മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കാലത്തും ഭൂരിപക്ഷ തീവ്രവാദത്തെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ തീവ്രവാദത്തെയും മാറി മാറി പുണർന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിന് യാതൊരു വിലയില്ല. വാക്ക് മാറ്റി പറയുന്നതിൽ അദ്ദേഹം എല്ലാവരെയും അമ്പരപ്പിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അതേപോലെ തന്നെ CPM ഉയർത്തുകയാണ്, BJP കോൺഗ്രസ് ഡീൽ എന്നുള്ള ആരോപണം കൂടി ഉയർത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ അബ്സേർഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റാണ്. അതാരും തന്നെ ഗൗരവത്തോടെ എടുത്തിട്ടില്ല. അങ്ങനെ ഒന്നും പറയാൻ സാധിക്കില്ല. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ ഫാസിസത്തെ മുഖാമുഖം നേരിടുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിൻ്റെ നേതാവിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ പോലെ നരേന്ദ്രമോദിയുമായിട്ട് ഇങ്ങനെ നേർക്കുനേർ യുദ്ധം നടത്തുന്ന ഒരു നേതാവിനെ നിങ്ങൾ കാണാൻ സാധിക്കുമോ? അത്തരമൊരു നേതാവിൻ്റെ പാർട്ടിയെ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ അസംബന്ധം പറയുന്നതിന് വല്ല അടിസ്ഥാനവും വേണ്ടേ? ആ അക്കൗണ്ടൊന്നും ഞാൻ ഇപ്പോൾ ഡീൽ ചെയ്യാറില്ല. ആ അക്കൗണ്ടിനെ കുറിച്ചൊന്നും എന്നോട് ഇപ്പോഴും ചോദിക്കേണ്ട. അതൊക്കെ ഒന്ന് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരോട് ചോദിക്കുക. ഏതായാലും ഏതെങ്കിലും തരത്തിൽ പണം പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടബിലിറ്റിയുള്ള പാർട്ടിയാണ്. ആ അക്കൗണ്ടബിലിറ്റി എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച പാർട്ടി. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആ ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യം അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ ആർക്കും വേണ്ട. ഒരിക്കലും അത് ഉണ്ടാവുകയില്ല. നിങ്ങൾ ഈ പറയുന്നതൊക്കെ തന്നെ മറ്റൊരു വാദവും ഇല്ലാതുകൊണ്ട് ഇത്തരം വാദങ്ങൾ കൊണ്ടുവരുന്നത് അത്ര ദുർബലമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് കോൺഗ്രസിന് ഇന്നലെ വിശേഷിപ്പിച്ചത് ശവം തൂക്ക് എന്ന രീതി ഒരു ഭാഷ ഉപയോഗിച്ചാണ്. അതായത് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണത്തെ പോലും കച്ചവടമാക്കി മാറ്റുന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിനോട് ഞാനെന്ത് മറുപടി പറയാൻ? പിണറായി വിജയനെ മറുപടി പറയാം, അല്ലാതെ സ്വരാജിന് ഞാൻ എന്തൊരു മറുപടി പറയണം? ഈ വയനാട് ദുരന്തബാധിതരായ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീട് പ്രഖ്യാപിക്കുന്നു, അത് കുറച്ചുകൂടി വേഗതയിലൊക്കെ അതിലൊരു ജാഗ്രതയോടുകൂടി തീർത്തു കൊടുക്കേണ്ടതായിരുന്നില്ലേ? അതൊക്കെ അത് കേൾക്കും. അത് പാർട്ടി കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൃത്യമായ സമയത്ത് തന്നെ ആ വീടിൻ്റെ പണി പൂർത്തിയാക്കും. നിങ്ങൾ വിഷയം മാറ്റരുത്. വേറെ വല്ല രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതാണ് ചോദ്യം. ഇന്നുവരെ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരക്ഷരം ഉരിയാടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ധാർമ്മിക ധീരത അദ്ദേഹത്തിനില്ല. ആ ധാർമ്മിക ധീരത ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കൂ. മാത്രമല്ല, എത്രയെത്ര ആരോപണങ്ങളുടെ ശരശയിലാണ് മുഖ്യമന്ത്രി കിടക്കുന്നത്. ആ ആരോപണങ്ങൾ ഓരോന്നോരോന്നായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം തന്നെ അറിയാം. കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ അദ്ദേഹത്തെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും കേന്ദ്രത്തെ പിണക്കിക്കൂടാ, നരേന്ദ്രമോദിയെ പിണക്കിക്കൂടാ. ആ സമീപനമാണ് അവരുടെ ഭാഗത്തുള്ളത്. അതൊക്കെ തന്നെ കോൺഗ്രസ് എല്ലാ കാലത്തും ആരാണ് മുഖ്യമന്ത്രിയാകുന്ന കാര്യം പരമ്പരാഗതമായ ഒരു രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് തന്നെ കോൺഗ്രസ് നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമല്ല. അത് തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ FCRയുടെ ചാർജുള്ള മന്ത്രിയായിരുന്നു കേന്ദ്രത്തിൽ. എനിക്കറിയാം, ഞങ്ങളൊന്നും തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മതജാതി വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾക്കെതിരായിട്ട് ഒരു ആയുധമായിട്ട് FCRയെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഇവർ ഉപയോഗിക്കാൻ വന്നത് ആയുധമായിട്ടാണ്. അതാണ് ആ അമെൻഡ്മെൻറ്റിൻ്റെ ഉദ്ദേശം തന്നെ. അതേക്കുറിച്ചിട്ട് കൃത്യമായിട്ടൊന്നും പറയാൻ വയ്യ. കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ ശേഷമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവർ ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത വിധത്തിൽ കോടികളാണ് ഇവിടെ അവർ ഉടക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചുരുങ്ങിയത് 10 കോടിയെങ്കിലും BJP കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അതിലപ്പുറം പണം അവർ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പണാധിപത്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. അങ്ങനെ അതൊന്നും ബാധിക്കില്ല. കേരളത്തിലെ വോട്ടർമാർ എന്താ വിഡ്ഢികളാണ്? ഒരു പണം കൊണ്ട് സ്വാധീനിക്കാൻ സാധിക്കുന്ന വോട്ടർമാരൊന്നും കേരളത്തിലില്ല. ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനമല്ല. അല്ല, അതൊക്കെ തന്നെ നിങ്ങൾ ഇപ്പോഴും അത്തരം കാര്യങ്ങളല്ല ചോദിക്കേണ്ടത്. ഫണ്ടില്ലാത്ത പ്രശ്നം കോൺഗ്രസിനെ അലട്ടുന്നുണ്ടോ? കോൺഗ്രസിന് എല്ലാ കാലത്തും ഫണ്ടില്ലാത്ത പ്രശ്നമാണല്ലോ. ഞാനിവിടെ മത്സരിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ലിമിറ്റഡ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. 5 തവണ നിങ്ങളെന്നെ ജയിപ്പിച്ചില്ലേ? അപ്പോൾ ഫണ്ട് ഒരു പ്രധാനമൊന്നുമല്ല, ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം.
ആ വിശ്വാസമുണ്ടെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് അനായാസനെ വിജയിച്ചു വരാൻ സാധിക്കും. അതാണ് എൻ്റെ അനുഭവം. CPIM വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞാണ് അഭിമന്യുവിന്റെ കൊലപാതകം. ആ അഭിമന്യുവിന്റെ കൊല നടത്തിയത് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയാണ്. ആ സമയത്ത് SDP-ക്കെതിരെയും ക്യാമ്പസ് ഫ്രണ്ടിനൊക്കെ എന്തിനു പറയുന്നു? നമ്മുടെ നിയമസഭയുടെ വേദിയിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി SDP-ക്കെതിരെ കടന്നാക്രമണം നടത്തിയ കാര്യം നമ്മളൊക്കെ തന്നെ, നിങ്ങളല്ലേ ചാനലുകൾ അത് റിപ്പീറ്റ് ചെയ്ത് ആ പഴയ റെക്കോർഡ് വെച്ചുകൊണ്ട് ആ റെക്കോർഡിൽ നിന്ന് എടുത്തിട്ടാണ് അതൊക്കെ തന്നെ പ്രദർശിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ഞാൻ പറയാം. തരാതരം തീവ്ര ഹിന്ദുത്വവുമായി അതുപോലെ തന്നെ തീവ്ര ഞാൻ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്ന ആളാണ് ശ്രീമാൻ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ വാക്കിന് എന്താണ് അർത്ഥമുള്ളത്? രക്തസാക്ഷി കുടുംബത്തോടെങ്കിലും നീതി പുലർത്തേണ്ടത് ഒരു നീതിയും അവർക്ക് പുലർത്താൻ സാധ്യമല്ല. അവർ ഏതെങ്കിലും രക്തസാക്ഷി കുടുംബത്തെ, ആരാണ് രക്തസാക്ഷികൾ? കല്ല് ഷാപ്പിൽ നിന്ന് കത്തിക്കുത്തിൽ മരിച്ചവരാണ് രക്തസാക്ഷികൾ. വല്ലാത്തൊരു പാർട്ടി തന്നെ. കേട്ടാൽ ഭഗത് സിംഗ് ആണെന്ന് വിചാരിക്കും ഇവിടെ മരിച്ച ആളുകളൊക്കെ തന്നെ. കണ്ണൂരിലെ രാഷ്ട്രീയത്തെ കഴിഞ്ഞ 50 വർഷക്കാലത്തേറെ ഒരു കലാഭൂമിയാക്കിയാരാണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അക്രമ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചാരാണ്? നിങ്ങൾ മനസ്സിലാക്കണം. പാട്യം ഗോപാലിൻ്റെ മകൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് എഴുതിയ കണ്ണൂർ എന്ന് പറഞ്ഞ പുസ്തകം. പ്രശസ്തമാണ് ആ പുസ്തകം, ഒന്ന് എടുത്ത് വായിക്കൂ. അത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. 1969 നമ്മുടെ തലശ്ശേരിയിൽ വെച്ച് നടന്ന വാടിക്കൽ രാമകൃഷ്ണൻ്റെ മരണം. രാമകൃഷ്ണൻ ആരാണ്? ഒരു മിഠായി കച്ചവടക്കാരൻ, പാവപ്പെട്ട ആ മനുഷ്യൻ. അന്നത്തെ ജനസംഘവുമായിട്ട് മാർക്സുമായിട്ട് ബന്ധമുണ്ടോ ചോദിച്ചാൽ ബന്ധമുണ്ട്. അതിനർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുക എന്നാണോ? ആ കേസിൽ പ്രതിയാരാണ്? എൻ്റെ വായു കൊണ്ട് നിങ്ങൾ അത് പറയാൻ ഇടയാക്കരുതെന്ന് മാത്രം എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആ പുസ്തകം വായിക്കണം. NP ഉല്ലേഖ് പ്രശസ്തനായ പത്രപ്രവർത്തനാണ്. അദ്ദേഹം ഇന്ത്യ ടുഡേയിൽ ജോലി ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രശസ്തമായിട്ട് ഒരുപാട് പത്രങ്ങളിൽ പ്രവർത്തിച്ച ആളാണ്. കഴിഞ്ഞ 3 ദശകങ്ങളുമായി അദ്ദേഹം ഡൽഹി ബേസ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ഉല്ലേഖിൻ്റെ പുസ്തകം കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ആരാണ് കൊലപാതക രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചത്? അതുമായിട്ട് പോയ പാർട്ടി ഏതാണ്? ഈ കൊലപാതകത്തിൽ മരിച്ച ആളുകൾ ആരൊക്കെയാണ്? എല്ലാം നമ്മൾ ചിന്തിക്കണം. അതേ NP ഉല്ലേഖ് തന്നെ ഇപ്പോൾ തുടർഭരണത്തിന് സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അതൊക്കെ മറ്റു കാര്യം. ഞാൻ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഉല്ലേഖിൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? ആ പുസ്തകത്തിൽ പറഞ്ഞ കണ്ടന്റിനെ കുറിച്ചാണ് എനിക്ക് ഇക്കാര്യം പറയാനുള്ളത്. താങ്കളുടെ ശ്രദ്ധയപ്പെടുത്തിയതാണ്. അത് നന്നായി, അത് പറഞ്ഞ നന്നായി. CPIM വിട്ടു വന്ന പല നേതാക്കൾ, ഇപ്പോൾ G. സുധാകരനാണെങ്കിൽ, TK ഗോവിന്ദനാണെങ്കിൽ, V. കുഞ്ഞികൃഷ്ണൻ ആണെങ്കിൽ, ഇവരൊക്കെ UDF-ന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയാണ്. അപ്പൊ അത് കോൺഗ്രസ് പ്രവർത്തകരിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നം തുടക്കത്തിലുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കപ്പെട്ടോ? നിങ്ങൾക്കത് അറിവില്ലാത്തതുകൊണ്ടാണ്. കാരണം അത്രയേറെ ജീർണത ബാധിച്ച ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അവർ പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി തരത്തിലുള്ള ഒരു നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും ആ പോരാട്ടമൊന്നും വിജയിച്ചില്ല എന്ന് കണ്ട ശേഷമാണ് ഈ പാർട്ടിയിൽ നിന്നിട്ട് യാതൊരു തരത്തിലും ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിനോ സാധാരണക്കാരനോ ഒരു നീതി ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ പറയുന്ന എല്ലാ തരത്തിലുമുള്ള വിലക്കുകളും അവർ അതിലംഘിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഹായം തേടിയിട്ട് വന്നിരിക്കുന്നത്. നിസ്സാരമല്ല. അതാണ് പയ്യന്നൂരിൽ കണ്ടത്, അതിനാണ് തളിപ്പറമ്പിൽ കണ്ടത്, അതിനാണ് അമ്പലപ്പുഴയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ഭാഗത്തും ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിഷമകരമായ സ്ഥിതിയിലൂടെയാണ് കേരളത്തിൽ കടന്നു പോകുന്നത്. ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ അല്പം ജാഗ്രത പാലിച്ചാൽ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തൊരു വിജയം ഐക്യ ജനാധിപത്യ കക്ഷി കേരളത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ടിഒ മോൻ എനിക്ക് ചെറിയ പ്രായത്തിൽ അറിയാം. ഞാൻ 1978 യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് ഇവിടെ വരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്നൊരു പയ്യനായിട്ടുള്ള ഈ KSUക്കാരൻ എന്നെ ഓർക്കുന്നു. ശ്രീമാൻ N. രാമകൃഷ്ണൻ ഞാനും ആ കാലത്ത് തന്നെ ഈ ചെറുപ്പക്കാരൻ ഒരുപാട് ദൂരം മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. N. രാമകൃഷ്ണൻ്റെ കണ്ണൂരിലെ കോൺഗ്രസിന് അതിശക്തമായ രാഷ്ട്രീയ അസ്ഥിവാരമുണ്ടാക്കിയ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി ഇവിടെ വളർത്തിയത്. ആ കാലത്ത് തന്നെ ഞാൻ ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ നേതൃത്വ പാഠത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കണ്ണൂർക്കാരോട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ശ്രീമാൻ T.A. മോഹൻ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. കണ്ണൂരിൻ്റെ സ്പന്ദനങ്ങൾ, പ്രശ്നങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വെച്ചുകൊണ്ട് അതിനൊക്കെ തന്നെ പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ നിയമസഭയിലേക്ക് പോകേണ്ട അനിവാര്യമാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഒരു ക്യാരക്ടറാണല്ലോ പ്രധാനം. തീർച്ചയായിട്ടും പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ.
താങ്ക് യു.